എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മുടെ നാട്ടിലായിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് ചെയ്യാൻ താല്പര്യപ്പെടണം എന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അതിൽ സാമ്പത്തികമുള്ള സ്ത്രീകളുമുണ്ട്, സാമ്പത്തികമില്ലാത്ത സ്ത്രീകളുമുണ്ട്. അപ്പോൾ അവരെല്ലാം ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നു. നല്ലത് തന്നെ നടക്കട്ടെ. പിന്നെ നമ്മളിപ്പോൾ ഒരു സിനിമാ നടൻ മരിച്ചുപോയി. അപ്പോൾ ആ സിനിമാ നടന് വേണ്ടി അയാളൊരു പ്രതിമ വെച്ച് ഒരു കൂടാരമുണ്ടാക്കണമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെ നാട്ടിൽ ഒരുപാട് വ്യക്തികൾക്ക് വീടില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വീട് കൊടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ പഠിക്കാൻ പാങ്ങില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. പഠിക്കാൻ അവർക്ക് അതിനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അവർക്ക് പഠിക്കേണ്ട ഒരു ക്രമീകരണം ചെയ്തു കൊടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ നാട്ടിലായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മളെ മുഖ്യമന്ത്രി ചെയ്തതിനെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിൽ തിരുവനന്തപുരത്തും അങ്ങനെ പല നെയ്യാറ്റിൻകരയും ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുപാട് വ്യക്തികൾ റോട്ടിൽ കിടക്കുന്നുണ്ട്. കാര്യം അവർക്ക് വീടില്ല, അവർക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ റോട്ടിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പിച്ചയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ റോട്ടിൽ കിടന്ന് പിച്ചയെടുക്കുന്നവരും വീടില്ലാതെ സ്ഥലമില്ലാതെ റോട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കിടക്കാൻ ഒരു സ്ഥലം, അവർക്ക് കഴിക്കാൻ ഒരു ആഹാരം, അവർക്ക് സ്വന്തമായി എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യേണ്ട ഒരവസരം. ഇപ്പോൾ അവർക്ക് പുറത്ത് പോയി തൊഴിൽ ചെയ്യേണ്ട ഒരു ഇത് കാണത്തില്ല. അപ്പോൾ അവരെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ട് അവർക്ക് കഴിക്കാൻ ആഹാരം, അവർക്ക് കിടക്കാൻ സ്ഥലം, അവിടെ തന്നെ അവർക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യേണ്ട ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മളെ നാട്ടിൽ ഈ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ ഒന്ന് മാറാൻ, നമ്മളെ നാട് ഇരക്കുന്ന അവസ്ഥ ഒന്ന് മാറാൻ, ഈ ഇരക്കുന്ന അവസ്ഥ ഒന്ന് മാറി നമ്മുടെ നാട് ദൈവത്തിൻ്റെ നാടെന്ന് വിളിക്കുന്ന നാട്, നല്ല കാര്യങ്ങൾ ഇതേ കണക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി നടക്കട്ടെ. നമ്മുടെ നാട്ടിൽ പഴയതുപോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ. നമ്മളെ നാടും നാട്ടിലായിരിക്കുന്ന ആൾക്കാരെ എത്രത്തോളം സുന്ദരനാക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ സുന്ദരനാക്കാൻ ശ്രമിക്കുക. നമ്മളെ നാട്ടിനെ എത്രത്തോളം സുന്ദരനാക്കാൻ പറ്റുമോ അത്രത്തോളം സുന്ദരനാക്കുക. നമ്മളെ നാട്ടിലായിരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും എത്രത്തോളം സുന്ദരമാരും ആക്കാൻ കഴിയുമോ അത്രത്തോളം സുന്ദരിമാരുമാകണം. കാര്യം നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ മോഷണം, അങ്ങനെ പല മോശപ്രവൃത്തികളും ചെയ്യുന്നു. അപ്പോൾ ഇവരെയെല്ലാം ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് അവർ വീണ്ടും തെറ്റിലേക്ക് പോവാതെ അവരെ നല്ല രീതിയിൽ കൗൺസിൽ ചെയ്ത് അവർക്ക് നല്ലൊരു മാർഗം കാണിച്ചു കൊടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അതിനു വേണ്ടുന്ന കൗൺസിലിങ്ങൾ കൊടുത്ത് അവരെ കൂടെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയെടുത്ത് നമ്മുടെ നാട് നല്ലൊരു സുന്ദരനായ ഒരു നാടായി മാറട്ടെ. ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും സഹകരിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും അടുത്തുള്ളവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് എല്ലാവരും ഒരു നല്ല രീതിയാവാൻ വേണ്ടി അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ മുഖ്യമന്ത്രി അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മളെ നാട്ടിലായിരിക്കുന്ന ദാരിദ്ര്യ അവസ്ഥകൾ മാറണം. വീടില്ലാത്തവർക്ക് വീട് വേണം. പഠിക്കാൻ പാങ്ങില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ട അവസരം ഉണ്ടാവണം. നമ്മളെ നാട്ടിൽ ഇരന്ന് നടക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കണം. ഈ ഇരക്കുന്ന അവസ്ഥ മാറണം. നമ്മളെ നാട് ദൈവത്തിൻ്റെ നാടെന്ന് ജനം പറയുവാൻ പ്രവർത്തിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ അപേക്ഷ നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ ചെയ്യാം. ഓക്കെ.